ഞാനിന്നുള്ളത് തണൽ ഡയാലിസ് സെൻ്ററിൻ്റെ മുന്നിലാണ്. കൊയിലാണ്ടിയിലെ തണൽ ഡയാലിസ് സെൻ്ററിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു വോയിസ് ഇടുന്നതും ഇവിടെ വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതും നാളെ നമ്മുടെ കൊല്ലത്ത് വെച്ചിട്ട്, കൊല്ലം നമുക്കറിയാം ചരിത്രപ്രസിദ്ധമായ കൊല്ലമാണ്. ആ കൊല്ലത്ത് വെച്ചിട്ട് തണലിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സ്നേഹപ്പയറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ തണലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്താനാണ് ഇത്തരം ഒരു പരിപാടി സംഘാടകർ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും നാളെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞായറാഴ്ചയാണ്, അതൊക്കെ തൽക്കാലം നിർത്തിവെച്ച് അല്ലെങ്കിൽ അതിനൊരു ഇടവേള കൊടുത്ത് ഈ സ്നേഹപ്പയറ്റിൻ്റെ ഭാഗമായി മാറണം. കയ്യിലുള്ളത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്തായിക്കോട്ടെ അതൊക്കെ തന്നെ തണലിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ കരുതലായി തണലിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെച്ച് എന്തായാലും കൊല്ലത്തേക്ക് എത്തണം. കൊല്ലത്തിന് വലിയൊരു പാരമ്പര്യമുള്ളതാണ്. ആ പാരമ്പര്യം തണലിനോട് അല്ലെങ്കിൽ തണലിൻ്റെ പ്രവർത്തനങ്ങളോട് നമ്മൾ കാണിക്കുന്ന ഒരു കരുതലായി മാറണം. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും കൊല്ലത്തേക്ക് വരണം. കൂടുതൽ കാര്യങ്ങൾ അൻസാർക്കടക്കുള്ള ആളുകളൊക്കെ പറയും. അപ്പോൾ സാക് സഫാരിയുടെ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് തണലിന് വേണ്ടിയുള്ളതാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ദാനം ഈ ഒരു വീഡിയോ ആണ്. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ തന്നെ നിങ്ങളും തണലിന് വേണ്ടി ചെയ്യുക. അപ്പോൾ സ്നേഹപ്പയറ്റിൻ്റെ ഭാഗമായി മാറി തണലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെക്കൊണ്ടാവുന്നത് എന്താണോ അത് കൊടുക്കണം. അപ്പോൾ തണലിലെ കുറേ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. അത് ഈ ഒരു ഫ്രെയിമിലൊന്നും ഒതുങ്ങൂല. അത്രയും ആയവും പരപ്പുമുണ്ട് തണൽ ചെയ്തു വെച്ചിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾക്ക്. എന്തായാലും കൊയിലാണ്ടിൽ കുറച്ച് കാഴ്ചകൾ മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അങ്ങനെ ഒരുപാട് ഡയൽ സെൻ്ററുകളും ഒരുപാട് സേവന പ്രവർത്തനങ്ങളും ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ, ഫാർമസി, അങ്ങനെ എല്ലാം നടത്തുന്ന ഈ ഒരു മഹത്തായ പ്രസ്ഥാനം തണൽ. ആ തണലിനെ നമുക്ക് ചേർത്ത് വെച്ച് നമ്മുടെ കരുതലായി ഈ നാടിൻ്റെ കാതലായി മാറ്റാൻ എല്ലാവരും ഈ നാളെ നടക്കുന്ന സ്നേഹപ്പയറ്റിലേക്ക് കൊല്ലത്തേക്ക് എത്തണം. 6 കൊയിലാണ്ടിയിൽ പ്രവർത്തനം ആരംഭിച്ച തണൽ ഡയാലിസ് സെന്റർ, അതോടൊപ്പം തണൽ ഫിസിയോതെറാപ്പി സെന്റർ, തണൽ ഫാർമസി, ഈ 3 സ്ഥാപനങ്ങളും വളരെ മികച്ച രീതിയിൽ കൊയിലാണ്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവരം ഈ നാടിന്റെ സമൂഹത്തിലെ മുഴുവൻ ആളുകൾ മനസ്സിലാക്കിയതാണ്. ഈ 3 സ്ഥാപനങ്ങളും പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ പ്രതിമാസം ഒരു ഭാരിച്ച തുകയുടെ ആവശ്യമുണ്ട് എന്നും ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ സുമനസ്സുകളുടെ സഹായങ്ങൾ കൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. ഈ സ്ഥാപനത്തിന് പ്രത്യേകമായി ഒരു ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയാണ് 2025 ജനുവരി 5-ാം തീയതി കൊല്ലത്ത് തണൽ ഛായ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പങ്കെടുപ്പിച്ച് ഒരു വിപുലമായ സാമ്പത്തിക ശേഖരണം നിർവഹിക്കപ്പെടുന്നു. ഈ പരിപാടി വിജയിപ്പിക്കേണ്ടത് എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു കടമയാണെന്നിരിക്കെ എല്ലാ വിഭാഗം ആളുകളെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി ക്ഷണിക്കുകയാണ്. നാളെ കൊല്ലത്ത് നടക്കുന്ന ഈ പരിപാടിയിൽ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മേഖലകളിലെ മുഴുവൻ ആളുകളും, അതേപോലെ തന്നെ മത സ്ഥാപനങ്ങളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ഒക്കെ പ്രധാനപ്പെട്ട ആളുകളും പൊതുസമൂഹവും പൊതുജനങ്ങളും ഒരു ജനകീയ പരിപാടിയായിട്ടാണ് തണൽ ഛായ എന്ന് പറയുന്ന പരിപാടി നടക്കാൻ പോകുന്നത്. ഇത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടിയുടെ വിജയത്തിലൂടെ തണലിന്റെ പ്രവർത്തനങ്ങൾക്ക് അത് വലിയ മുതൽക്കൂട്ടാവുമെന്ന് അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി മുഴുവൻ ആളുകളുടെയും സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫും അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് തണലിൽ വർക്ക് ചെയ്യുന്നത്. എനിക്കറിയാം നമ്മൾക്ക് ഇത് വരുമോ എന്നൊന്നും പറയാൻ പറ്റൂല. പെട്ടെന്നാണ് ഇത്തരം രോഗങ്ങളൊക്കെ എല്ലാവരെയും പിടികൂടുക. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും അത്തരം അവസ്ഥകളിൽ പകച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ കൈത്താങ്ങായി മാറിയ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ പേരാണ് തണൽ. ആ തണലിനെ അല്ലാതെ മറ്റാരെയാണ് നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കുക? അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും തണലിൻ്റെ ഈ ഒരു മഹത്തായ ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. ഒരുപാട് പുരസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ തണലിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എല്ലാ പുരസ്കാരങ്ങൾക്കും അപ്പുറത്ത് നമ്മൾ നൽകുന്ന ആ കരുതലാണ് തണൽ ആഗ്രഹിക്കുന്നത്. ആ കരുതലിന് വേണ്ടിയിട്ട് തന്നെയാണ് തണൽ ഇതുപോലുള്ള സ്നേഹപ്പയറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മാത്രമല്ല നമ്മുടെ നാടിന് പുറത്തും തണൽ ഒരുപാട് നല്ല നല്ല സേവന പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിനൊക്കെ തന്നെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മെ സഹായിക്കാൻ ഒരുപാട് കൈകളുണ്ടാകും. കാരണം തണൽ എന്ന് പറയുന്നത്
കാരുണ്യത്തിൻ്റെ വലിയൊരു വഴിത്താര തുറന്നു കൊടുത്ത മഹത്തായ ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊയിലാണ്ടിയിലെ തണൽ ഡയാലിസിസ് സെൻ്ററിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഡയാലിസിസ് സെൻ്ററുകൾ രോഗികൾക്ക് കാരുണ്യമായി കൊടുക്കുന്നതിന് നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ സഹായിക്കേണ്ട വലിയൊരു കടമ എന്ന് പറയുന്നത് നമുക്കൊക്കെ ഉണ്ട്. അതിനുവേണ്ടിയാണ് ഈ ഒരു സ്നേഹപ്പാറ്റൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി നമ്മൾ മാറണം. ഒരുപാട് പേർക്ക് ആശ്വാസം വെക്കുന്നൊരു മഹാപ്രസ്ഥാനമാണ് തണൽ. ആ തണലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി മാറാൻ നമുക്ക് പറ്റില്ല. പക്ഷേ തണലൊരുക്കുന്ന ഈ സ്നേഹപ്പയറ്റ് പോലുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത് നിങ്ങളുടെ കയ്യിലുള്ളത് ചെറുതായാലും വലുതായാലും അതൊന്നും നോക്കാതെ അത് എപ്പോഴും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വലിയ ദാനമായി മാറുമെന്നുള്ളതിൽ സത്യമാണ്. അതുകൊണ്ടിപ്പോൾ കൊയിലാണ്ടി ഡയാലിസിസ് സെൻ്റർ കാഴ്ച കളഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നത് തണലിൻ്റെ ഒരു ചെറിയ ഡയാലിസിസ് സെൻ്റർ ആയിരിക്കും. വടകരയിൽ നിന്ന് ആരംഭിച്ചാണ് തണലിൻ്റെ യാത്ര. എടച്ചേരിയിലെ തണലിൻ്റെ സെൻ്ററൊക്കെ ചെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും തണലെന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മ എത്ര എന്നുള്ളത്. അപ്പോൾ പറ്റുമെങ്കിൽ പ്രിയപ്പെട്ട എല്ലാവരും തണലിനോട് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നാളെ കൊല്ലത്തേക്ക് എത്തണം. കൊല്ലത്തേക്ക് എത്തുക എന്ന് മാത്രമല്ല, എത്തി അവിടെ നടക്കുന്ന ആ സ്നേഹപ്പയറ്റിൽ നിങ്ങളുടെ വലിയ ഒരു സാന്നിധ്യം, അതുമാത്രമല്ല സഹകരണവും ഉണ്ടാവണം. അത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഈ വിവരങ്ങൾ അറിയിച്ച് അവർക്ക് തണലിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത് തണൽ ചെയ്യുന്ന നന്മകൾ ഡയാലിസിസ് സെൻ്റർ മാത്രമല്ല, ഫാർമസി ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്, അതുപോലെ ഭക്ഷണം എത്തിക്കുന്ന പദ്ധതികളുണ്ട്. അങ്ങനെ ഒട്ടനവധി പദ്ധതികളാണ് ഡോക്ടർ ഇദ്രീസ് ഡോക്ടറുടെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തണലിനെ എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ഇത് കൊയിലാണ്ടിയിലെ തണൽ ഫാർമസിയാണ്. ഈ കാണുന്ന തണൽ ഫാർമസിയാണ്. ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഫിസിയോതെറാപ്പി സെൻ്റർ. ഈ തണൽ ഫാർമസി എന്ന് പറയുന്നത് ഒരുപാട് രോഗികൾക്കിപ്പോൾ വലിയ ആശ്വാസമായി മാറിയിട്ടുണ്ട്. കാരണം സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മെഡിസിൻസ് മാറിയ ആളുകളുണ്ടാവും. അവർക്കൊക്കെ തന്നെ വലിയ രൂപത്തിൽ ഒരാശ്വാസം തന്നെയാണ് തണൽ ഫാർമസി. മരുന്നുകളൊക്കെ തന്നെ ഇവിടുന്ന് ചെറിയ രൂപയ്ക്ക് കിട്ടുമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഫാർമസിയുടെ ഏറ്റവും മികവെന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഇത് കൊയിലാണ്ടിയിലെ ഒരു ഫാർമസി യൂണിറ്റ് മാത്രമാണ്. ഇങ്ങനെ ഒരുപാട് ഫാർമസി യൂണിറ്റ് തണലിൽ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. അതിനെ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ആളുകളുമുണ്ട്. അപ്പോൾ ഇവിടെ മെഡിസിൻ്റെ വലിയൊരു ശേഖരം തന്നെയുണ്ട്. ഇത് തണലിലെ കൊയിലാണ്ടിയിലെ ഫാർമസി യൂണിറ്റാണ്. ഇതിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് തണലിലെ ഫിസിയോതെറാപ്പി യൂണിറ്റിലേക്കാണ്. ഫാർമസിയോട് തൊട്ട് ചേർന്ന് കൊയിലാണ്ടി പഴയ പോലീസ് സ്റ്റേഷൻ റോഡിലാണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം, അപകടത്തിൽപ്പെട്ട് സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ട് വീടിൻ്റെ 4 ചുമരുകളിൽ തളച്ചിട്ട ആളുകളുണ്ട്. അവർക്കൊക്കെ തന്നെ ജീവിതത്തിൻ്റെ ആ നല്ല കാലത്തിലേക്ക് തിരിച്ചു വരാൻ ഉതകുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ തണൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫിസിയോതെറാപ്പിയൊക്കെ നമുക്കറിയാം പല ഭാഗങ്ങളിലുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ, ഈ തണലിലെ ഫിസിയോതെറാപ്പി സെൻ്ററിലൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയൊരു സാമ്പത്തിക ചിലവൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ അതിനുള്ള എല്ലാ എക്യുപ്മെൻസും ഉണ്ട്. തണലിൻ്റെ ഫിസിയോതെറാപ്പി സെൻ്ററായിട്ടുള്ള കൊയിലാണ്ടിയിലെ ഈ ഫിസിയോതെറാപ്പി സെൻ്ററിൽ ഒരുവിധം എല്ലാ എക്യുപ്മെൻസ് ഉണ്ട്. നമുക്ക് തന്നെ കാണാം ഈ വീഡിയോയിൽ. ഈ വീഡിയോ തന്നെ നമുക്ക് കാണുന്ന ഒരുപാട് എക്യുപ്മെൻസ് ഉണ്ട്. അതുപോലെ തന്നെ നെബുലൈസർ അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട്. രോഗികൾക്കൊക്കെ എളുപ്പം എത്തിപ്പെടാവുന്ന രൂപത്തിൽ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷൻ റോഡിൽ തന്നെ നല്ല രൂപത്തിൽ തന്നെയാണ് ഈ ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് സജ്ജീകരിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാ മേഖലയിലും ഫിസിയോതെറാപ്പി, ഫാർമസി, ഡയാലിസിസ്, അങ്ങനെ എല്ലാ മേഖലയിലും ഒരു തണലെന്ന് പറയുന്നത് കനിവിൻ്റെ ഒരു വലിയ വടവൃക്ഷമായി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ തന്നെ ഈ ഒരു യാത്രയുടെ, തണലിൻ്റെ ഈ ഒരു കാരുണ്യ യാത്രയുടെ ഭാഗമായി മാറണം. അപ്പോൾ തണൽ സംഘടിപ്പിക്കുന്ന സ്നേഹപ്പയറ്റ് പോലുള്ള ഇത്തരം പരിപാടികളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, നമ്മൾ തണലിനെ സഹായിക്കുമ്പോൾ അത് തണലിനുള്ള സഹായം മാത്രമല്ല, ഒരുപാട് രോഗികൾക്ക്, അതുപോലെ തന്നെ
അശരണരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ആശ്വാസം കൂടിയാണ്. അപ്പോൾ നമ്മൾ തണലിനെ സഹായിക്കുന്നതോടുകൂടി നമുക്ക് കിട്ടുന്നത് സഹജീവിയെ ചേർത്ത് പിടിക്കുന്നതിനുള്ള പുണ്യം കൂടിയാണ്. ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൊല്ലത്ത് തണിങ്ങനെ ഒരു പരിപാടി സ്നേഹപ്പയറ്റ് നാളെ സംഘടിപ്പിക്കുമ്പോൾ ആ ഒരു സ്നേഹപ്പയറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ മാറണം. അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറുക മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അപ്പോൾ തണലിൻ്റെ ഈ ഒരു സ്നേഹപ്പയറ്റിൽ മാത്രമല്ല, തണലിൻ്റെ എല്ലാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മാറാൻ പറ്റുമെങ്കിൽ നമ്മുടെയൊക്കെ സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം തണലിന് വേണ്ടിയൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അത് എന്തായാലും നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല നന്മയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല കരുതലായിരിക്കും. അപ്പോൾ മറന്നു പോകണ്ട, നാളെ എല്ലാവരും കൊല്ലത്തേക്ക് വരിക. കൊല്ലത്തെ പരിപാടിയാണ്, അത് കൊല്ലക്കാർ മാത്രം മതി എന്നുള്ള ചിന്ത പറ്റില്ല. മറിച്ച് ഇത് തണലിൻ്റെ പരിപാടിയാണ്. ആരാണ് നാളെ എന്താണ് സംഭവിക്കുക ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് തണലിനെ കൊണ്ട് എന്താവശ്യമെന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് തണലിനെ കൊണ്ട് എന്ത് കിട്ടാനാ എന്നുള്ളതല്ല, ഒന്നും പറയാൻ പറ്റില്ല. നാളെ നമ്മളാവാം. അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും തണൽ നമുക്ക് ഒരു താങ്ങ് തന്നെയാണ്, ഒരു പ്രതീക്ഷയാണ്. പ്രതീക്ഷയ്ക്കപ്പുറത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാരുണ്യത്തിൻ്റെ വൈകലിലൂടെ വിജയം വരിച്ച ഒരു സത്യം തന്നെയാണ്. അപ്പോൾ പ്രിയപ്പെട്ട എല്ലാവരും കൊല്ലത്തേക്ക് വരിക, സ്നേഹപ്പയറ്റ് വൻ വിജയമാക്കണം. തൽക്കാലം ഇന്നെൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.